അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, രാഹുലും കോൺഗ്രസും രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയെന്നാണ് BJP ദേശീയ വക്താവ് ഗൗരവ് ഭാട്ടിയ മാധ്യമങ്ങളോട് പറഞ്ഞത്. പ്രധാനമന്ത്രി കുപ്പായം തയ്പ്പിച്ച് നടന്ന ഒരേ ഒരാളേ ഉള്ളൂവെന്ന് നമുക്കറിയാം. ആ വ്യക്തി US-ലും UK-യിലുമൊക്കെ പോയി രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ലെന്ന് പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ UP-യിൽ മുസ്ലിം വോട്ടർമാർക്ക് പണം പോലും വാഗ്ദാനം ചെയ്തിരുന്നു. ഏത് വിധേനയും ഇന്ദ്രപ്രസ്ഥത്തിൽ അവരോധിക്കപ്പെടാനായി ചില മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയ നീക്കങ്ങളെല്ലാം ഇപ്പോൾ ഒന്നൊന്നായി പുറത്ത് വരികയല്ലേ? ഇതില് നമ്മൾ ഇതിന്റെ ഒരു പശ്ചാത്തലം കൂടി മനസ്സിലാക്കണം. ബൈഡൻ ഭരണകൂടത്തിനെതിരെയാണ് ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ജോ ബൈഡൻ ഒരു ചരിത്രമുണ്ട്. അതായത് നമുക്കറിയാം 1995-96 കാലഘട്ടത്തിലാണ് ഈ കേരളത്തിൽ ഈ ISRO ചാരക്കേസ് എന്ന കള്ളക്കേസ് ഉണ്ടായത്. ഈ ISRO കേസിന്റെ പിന്നിലെ ശക്തി എന്ന് പറയുന്നത് അമേരിക്കയാണ്. ആ വ്യാജ കേസ് ഇവിടെ സൃഷ്ടിച്ചത് അവരാണ്. കൃത്യമായി പറഞ്ഞാൽ ക്ലിന്റൺ ഭരണകൂടമാണ്. ഈ ക്ലിന്റൺ ഭരണകൂടം അങ്ങനെ ചെയ്യാനുള്ള ഒരു കാരണം, ക്ലിന്റൺ ഭരണകൂടത്തിന് ഒരു സംശയമുണ്ടായി, ഭാരതവും ഇറാനും പോലുള്ള രാജ്യങ്ങൾ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നു എന്ന്. അപ്പോ അത് ഇല്ലായ്മ ചെയ്യാൻ അത് ടോർപ്പഡോ ചെയ്യാൻ, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ടോർപ്പഡോ ചെയ്യാൻ അവരൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കി. ക്ലിന്റൺ ഭരണകൂടം, അതായത് ഇന്ത്യ, ഇറാൻ പോലുള്ള രാജ്യങ്ങൾ ഈ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നത് തകർക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയ സബ് കമ്മിറ്റിയുടെ ചെയർമാൻ ജോ ബൈഡൻ ആയിരുന്നു. അന്ന് അയാൾ സെനറ്ററാണ്. ആ ജോ ബൈഡന്റെ നേതൃത്വത്തിലുള്ള സബ് കമ്മിറ്റിയാണ് വ്യാജ ചാരക്കേസ് ഇവിടെ സൃഷ്ടിച്ചത്. അതിന് അവരെ സഹായിക്കാൻ കുറെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കുറെ പത്രമാധ്യമങ്ങളും, അന്ന് ഈ ദൃശ്യമാധ്യമങ്ങൾ അങ്ങനെ ഇല്ലല്ലോ, പത്രമാധ്യമങ്ങളും പിന്നെ ചില രാഷ്ട്രീയക്കാരും നിന്നുകൊടുത്തതാണ്. അതാണ് ISRO വ്യാജ ചാരക്കേസ്. അപ്പൊ ആ ജോ ബൈഡന്റെ ചരിത്രം അതാണ്. ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരിക്കെയാണ് ഇപ്പോൾ ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണം ആരാ ഉന്നയിച്ചത്? ഇത് ട്രംപ് ആണ് ഉന്നയിച്ചത്. ട്രംപ് സൗദി അറേബ്യയിൽ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ട്രംപ് നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായത്. ഈ ട്രംപ് എന്താണ് പറഞ്ഞത്? നമ്മുടെ രാജ്യം എന്തിനാണ് വേറൊരു രാജ്യത്തിന്റെ എന്താ പറയാ ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെടുന്നത്? എന്തിനാണ് നമ്മൾ $21 മില്യൺ ഇന്ത്യയില് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരുടെ എണ്ണം കൂട്ടാൻ, അതായത് ടേൺ ഔട്ട് പോളിംഗ് കൂട്ടാൻ നമ്മൾ എന്തിനാണ് ചെലവഴിക്കുന്നത്? നമ്മുടെ ഖജാനാവിലെ പൈസയല്ലേ? എനിക്ക് തോന്നുന്നത് ബൈഡൻ ഭരണകൂടം ഇന്ത്യയിൽ ആരെയോ തെരഞ്ഞെടുക്കപ്പെടുത്താൻ വേണ്ടി, അതായത് ആരെയോ ജയിപ്പിക്കാൻ വേണ്ടി ഈ പണി എടുത്തതാണ് എന്ന് എനിക്ക് സംശയമുണ്ട്. ഇതാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇത് ഞാൻ ഇന്ത്യ സർക്കാരിനോട്, ഭാരത സർക്കാരിനോട് പറയാൻ പോവുകയാണ്. ഇതാണ് ട്രംപ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഇംഗ്ലീഷ് ഇതാണ്: വൈ ഡു വി നീഡ് ടു സ്പെൻഡ് $21 മില്യൺ ഓൺ വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യ? I guess Biden administration were trying to get somebody else elected, വേറെ ആരെയോ. We have got to tell the Indian government. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അത് FFI പ്രയോറിറ്റി സമ്മിറ്റിൽ, സൗദി അറേബ്യ സർക്കാരിന്റെ സമ്മിറ്റിൽ മിയാമിയിൽ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഇത് പറയുന്നത്. അപ്പോൾ ജോ ബൈഡൻ ഭരണകൂടത്തിനെതിരെ അദ്ദേഹത്തെ പരാജയപ്പെടുത്തി അധികാരത്തിൽ വന്ന ട്രംപ് ഭരണകൂടത്തിന്റെ തലവനായ ട്രംപ് തന്നെ നടത്തിയ പ്രസ്താവനയാണ്. ഇത് നമ്മൾ ഒരു വിടുവായത്തമായി കണക്കാക്കണ്ട. കാരണം ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഒരു വിദേശ മണ്ണിൽ വേറൊരു വിദേശ രാജ്യം നടത്തിയ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. അപ്പോ ഇതിനെ ആണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പൈസ ഏതാണ്ട് 6000 ചില്ലുവാനം കോടി രൂപ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 64% ഇന്ത്യയിലെ ആരോഗ്യ മേഖലയിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ബാക്കി പൈസയാണ് നമ്മുടെ രാജ്യത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ട് ടേൺ ഔട്ട്,
അതായത് പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയെന്നാണ്. ഇത് ആർക്കൊക്കെയാണ് കിട്ടിയത്, ഇത് എങ്ങനെയാണ് ചെലവാക്കിയെന്നുള്ളതൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. അതിനെപ്പറ്റി ഇനി അന്വേഷണമൊക്കെ നടത്തി അത് പുറത്തു വരണം. ട്രംപ് പറഞ്ഞത് ഞങ്ങൾ ഇത് ഇന്ത്യ ഗവൺമെന്റിനോട് പറയാൻ പോവാണ്. അപ്പൊ അവര് അത് വായിലുന്ന കൊണ്ട് പറഞ്ഞാൽ പോരാ, കൃത്യമായ രേഖയോടുകൂടി പറയണം. മാത്രമല്ല അത് ഏത് ചാനലിലൂടെയാണ് വന്നത് എന്നും അമേരിക്ക ഏത് രീതിയിലാണ് അമേരിക്കൻ ഗവൺമെന്റ് ആ പൈസ ഇന്ത്യയിലേക്ക് കൊടുത്തതെന്നോ ആർക്കാ കൊടുത്തതെന്നൊക്കെ അവിടുത്തെ സർക്കാരിന് കണക്കുണ്ടാവും. അപ്പോൾ അത് പുതിയ സർക്കാർ പുറത്തു വിടുമ്പോഴേ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. ഏതായാലും 6000 ചില്ലുവാനം കോടി രൂപ പല ആവശ്യങ്ങൾക്കായി ഇന്ത്യയിലേക്ക് ബൈഡൻ ഭരണകൂടം കൊടുത്തിട്ടുണ്ട്. അതിൽ ഒരു വലിയ സംഖ്യ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി കൊടുത്തു? രാജ്യത്തെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്തിനാണ് അമേരിക്ക ഫണ്ട് നൽകേണ്ടത്? സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമല്ലേ? അതെ, ഇതിൽ ഒരു ചോദ്യമല്ല, 1000 ചോദ്യങ്ങൾ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പൊ താങ്കൾ ചോദിച്ചത്. അപ്പോൾ ഇത് ഒരു വിഷയമാണ്. ഇനി ഇതിന്റെ പിന്നിൽ ഇപ്പം അമിത് മാളവ്യ ഇന്ന് രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇതിൽ പങ്കുണ്ട് എന്ന് BJP പറഞ്ഞു എന്ന രീതിയിൽ ഇത് വ്യാഖ്യാനിക്കപ്പെടും. പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് 2023 മാർച്ച് മാസത്തിൽ രാഹുൽ ഗാന്ധി വിദേശ രാജ്യത്ത് പോയി ലണ്ടനിൽ പോയി അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമാണ്. ആ പ്രസംഗം ഇതാണ്: The surprising thing is that so-called defenders of democracy, which are the United States and European countries, seems to be just oblivious that a huge chunk of democratic model has come undone, which is a real problem. The opposition is fighting the battle, and it's not just an Indian battle, it's actually a much more important battle. ഇത് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. എന്താ ഇതിന്റെ അർത്ഥം? എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ജനാധിപത്യത്തിന്റെ സംരക്ഷകർ എന്ന് പറയുന്ന അമേരിക്ക, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇത് കണ്ടില്ലെന്ന് നടിക്കുകയാണ്. എന്ത്? വലിയ ഒരു ജനാധിപത്യത്തിന്റെ വലിയ ഒരു ഭാഗം, അത് ഇന്ത്യ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്, ഒരു മാതൃക, അതിനെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ വലിയ മാതൃക, ഭാരതം എന്ന ജനാധിപത്യത്തിന്റെ വലിയ മാതൃകയെ ഇല്ലാതാക്കിയിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഇവിടത്തെ പ്രതിപക്ഷം ഒരു ഇന്ത്യൻ യുദ്ധമല്ല നടത്തുന്നത്, അതിലും അപ്പുറം വലിയ ഒരു യുദ്ധമാണ് ഇവിടെ നടക്കുന്നത്. ഇതൊക്കെ ഈ ലണ്ടനിൽ പോയി പറയേണ്ട വല്ല ആവശ്യം? ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടാക്കി. ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടായിട്ടാണോ രാഹുൽ ഗാന്ധിക്ക് 99 സീറ്റ് കിട്ടിയത്? ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടായിട്ടാണോ ജമ്മു കാശ്മീരിൽ ഇന്ത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നത്? ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടാക്കിയിട്ടാണോ ജാർഖണ്ഡിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നത്? ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാതാക്കിയിട്ടാണോ കേരളത്തിൽ 18 സീറ്റും UDF കിട്ടിയത്? തമിഴ്നാട്ടിൽ 39 ഇന്ത്യ സഖ്യത്തിന് കിട്ടിയത്? മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷം സീറ്റും കിട്ടിയില്ലേ? രാജസ്ഥാനിൽ 9 സീറ്റ് കിട്ടിയില്ലേ? ഉത്തർപ്രദേശിൽ BJPയേക്കാൾ സീറ്റ് ഇന്ത്യ മുന്നണിക്ക് കിട്ടിയില്ലേ? 43 സീറ്റ് കിട്ടിയില്ലേ? അപ്പൊ അത് ഇന്ത്യയിൽ ജനാധിപത്യം ഇല്ലാണ്ടാക്കിയിട്ടാണോ? അപ്പോ വിദേശ രാജ്യത്ത് പോയി 2023 മാർച്ച് മാസം ഇന്ത്യയിലെ ജനാധിപത്യം ഇല്ലാണ്ടാക്കിയിരിക്കുന്നു. ഇത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും, അതാ ജനാധിപത്യത്തിന്റെ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇതിന് കണ്ടില്ലെന്ന് നടിക്കുന്നു. ഇതാണ് വിഷമം. ഒരു പ്രസ്താവനയിലൂടെ പശ്ചാത്തലമൊരുക്കി അല്ലേ? അല്ല, അത് കൂട്ടി വായിച്ചിട്ടുണ്ട് ഇന്നിപ്പോ അമിത് മാളവ്യ. കാരണം അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പോഴത്തെ ഈ ആരോപണത്തെ കാണുന്നത്. കാരണം വിദേശ രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ ആൾക്കാരെ ക്ഷണിക്കുകയാണ്. പിന്നെ അവര് പൈസ ഇറക്കിയാൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവര് പൈസ ഇറക്കി, ഇയാൾ പോയി ക്ഷണിച്ചിട്ടാണ് അവർ പൈസ ഇറക്കി എന്നല്ല. നമ്മൾ അങ്ങനത്തെ വേണ്ടാത്ത വർത്താനം പറയുമ്പോൾ ബാക്കിയുള്ളവർ എന്താ ചിന്തിക്കുക? ഇവിടെ കുഴപ്പങ്ങളുണ്ട്, ഇവിടെ നമുക്ക് ഇറങ്ങി കളിക്കാം, ഇവിടെ അനൈക്യമുണ്ട്, ഭാരതത്തിൽ അനൈക്യമുണ്ട്, പ്രതിപക്ഷവും സർക്കാരും തമ്മിൽ അവരുടെ അന്തർദേശീയ വിഷയങ്ങളിൽ വരെ അനൈക്യമുണ്ട്, അവരുടെ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വരെ അനൈക്യമുണ്ട്. അപ്പോഴാണല്ലോ വേറെ രാജ്യത്തിന് ഇടപെടാൻ തോന്നുക. അതാണല്ലോ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ വലിയ പൈസ അമേരിക്ക ഇറക്കിയിട്ടുണ്ട്. അത് ഇറക്കിയിട്ടില്ല എന്നൊന്നും പറയണ്ട. ഇന്നിപ്പോ ഞാൻ വെച്ച് നോക്കി, ഇന്ത്യ ടുഡേ ചാനൽ ഇപ്പൊ ചർച്ച ചെയ്താണ്, റിപ്പബ്ലിക് ചാനലിലും ചർച്ച ചെയ്താണ്. അപ്പൊ റിപ്പബ്ലിക് ചാനൽ പറയുന്നത് ഒരു ശ്രമം നടക്കുന്നുണ്ട്, ഇത് ഡൽഹിയിലേക്കല്ല ഡാക്കയിലേക്കാണ് പോയത്. അതൊക്കെ കളവാണ്, ഡൽഹിയിലേക്ക് തന്നെയാ വന്നിരിക്കുന്നത്. ഇന്ത്യൻ എക്സ്പ്രസില് അങ്ങനെ ഒരു വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. ഇന്ത്യയിലേക്കല്ല ബംഗ്ലാദേശിലേക്കാണ് ഈ ഫണ്ട് പോയത്.
ആ ആ അതല്ല. മാത്രമല്ല അത് നമ്മുടെ രാജ്ദീപ് സർദേശായിക്കും ഇരിക്കപ്പുറതിയില്ല. അദ്ദേഹം അല്ല കിടന്ന് ഞാൻ നിലവിളിച്ചുകൊണ്ടിരിക്കുക. അല്ല, രാജീവ് സർദേശായിക്ക് മാത്രമല്ല, കേരളത്തിലെ സർദേശായിമാർക്കും ഉണ്ട് പ്രശ്നം. അതിപ്പോ നമ്മൾ ആരെ പേര് പറയുന്നത് ശരിയില്ല. അപ്പൊ ഞാൻ ട്രംപിന്റെ വാക്ക് ഒന്നും കൂടി വായിക്കാം. പ്ലീസ്. വൈ ഡു വി നീഡ് ടു സ്പെൻഡ് $21 million ഓൺ വോട്ടർ ടേൺ ഔട്ട് ഇൻ ഇന്ത്യ? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ടേൺ ഔട്ടിന് വേണ്ടി നമ്മുടെ രാജ്യം എന്തിന് $21 million ചെലവഴിക്കുന്നു എന്നാ ചോദിക്കുന്നത്. ബംഗ്ലാദേശ് അല്ല. അപ്പൊ ഡാക്കയിലേക്കല്ല പൈസ പോയിരിക്കുന്നത്, ഡൽഹിയിലേക്കാണ് പൈസ പോയിരിക്കുന്നത്. അപ്പോ ഇത് ഗുരുതരമായ ഈ ഫണ്ട് കിട്ടിയവന്മാരായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകാൻ ഇങ്ങനെ വെമ്പി നിൽക്കുന്നത്. അല്ല, അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അനിൽ നമ്പ്യാർക്ക് ഇത് ഇന്ത്യയിലേക്കല്ല ഡാക്കയിലേക്കാണ് പോയതെന്ന് പറയേണ്ട ആവശ്യമില്ല. കാരണം അനിൽ നമ്പ്യാർക്ക് ഒരു ചായ പൈസ പോലും ഇതിൽ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ അഥവാ അനിൽ നമ്പ്യാർക്ക് ഒരു ചായ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ അനിൽ നമ്പ്യാർ എന്ത് പറയും? ഇത് ഡാക്കയിലേക്കാണെന്ന് പറയും. അപ്പൊ ഇത് പറയുന്നവർക്കൊക്കെ ബേജാറുണ്ടെന്ന്, ആർക്കൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്ന്. ചായ പൈസ കിട്ടാത്തവൻ എന്താ പേടിക്കാൻ? മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോ ഈ ഡാക്കയിലേക്കാണ്, ഇത് നോൺസെൻസ് ആണ് ഇന്ന് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്. നോൺസെൻസ് ആണ്. നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? അത് സെൻസോ നോൺസെൻസോ ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ കയറി അച്ഛൻ പത്തായത്തിലില്ല എന്ന് പറയാൻ പോകുന്നത്? അപ്പോ ഇത് അന്വേഷണം വരും, അതിൽ തർക്കമില്ല. അമേരിക്ക കൂടുതൽ തെളിവുകൾ പുറത്തുവിടും, ഭാരത സർക്കാർ നൽകും എന്നാണ്. വി ആർ ഗോയിങ് ടു ടെൽ ഇന്ത്യൻ ഗവൺമെന്റ്. ഇത് ഞങ്ങൾ ഇന്ത്യ ഗവൺമെന്റിനോട് പറയാൻ പോകാന്നാണ് പറഞ്ഞത്. പറയട്ടെ, തെളിവുകൾ വരട്ടെ, അന്വേഷണം നടക്കട്ടെ, ആ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നമുക്ക് തീരുമാനിക്കാം. ഏതായാലും കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. എന്തായാലും ഈ ഫണ്ട് കൈപ്പറ്റിയ ഏകദേശം 80-ൽ പരം മാധ്യമ പ്രവർത്തകരിൽ 10 പേർ കേരളത്തിൽ നിന്നാണ് കേട്ടോ. നമുക്ക് അഭിമാനിക്കാം. അതും നമ്മുടെ പിണറായി ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീ ശാക്തീകരണം ഉണ്ടല്ലോ, സ്ത്രീകളാണ്. ആയിക്കോട്ടെ, അത് നല്ല കാര്യമാണ്. അപ്പോ പൈസയുടെ കാര്യത്തിൽ ആണും പെണ്ണും ഒന്നും ഇല്ലാന്ന്. ജയലളിതയുടെ പേരിൽ എത്ര കോടിക്കണക്കിന് രൂപേന്റെ അഴിമതി ആരോപണം വന്നു. അപ്പൊ അത് സ്ത്രീയും പുരുഷനൊന്നുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൈസയോടുള്ള ആർത്തി, ഭൗതിക സുഖങ്ങളുടെ ആർത്തിയിൽ സ്ത്രീകളും പുരുഷന്മാരും എന്ന വിവേചനമൊന്നുമില്ല. അതിലൊക്കെ എല്ലാവരും ഒരേപോലെയാണ്. ആ കാര്യത്തിലൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ സമന്മാരാണ്. നമ്മൾ അങ്ങനെ അതിൽ ലിംഗ സമത്വമൊക്കെ ഉണ്ട് ആ കാര്യത്തില്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാൻ, ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ഇടപെടാൻ പണ്ട് നമ്മൾ ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിക്കുന്നു എന്ന തെറ്റിദ്ധാരണ പുറത്ത്, അത് പിന്നീട് നമ്പിനാരായണൻ പറഞ്ഞു. ആ ധാരണ തെറ്റായിരുന്നു. ഇന്ത്യ 1994 ക്രയോജനിക് എഞ്ചിനുകൾ വികസിപ്പിക്കാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. 2008-ലോ 2010-ലോ അങ്ങനെയാണ് നമ്മളെ പണി തുടങ്ങിയത്. അപ്പൊ ഇന്ത്യ ചിന്തിക്കാത്തൊരു കാര്യം ഇന്ത്യ ചെയ്യുന്നുണ്ട് എന്ന് പേടിച്ചിട്ട്, ഇന്ത്യ അതൊക്കെ ചെയ്യുന്നത് അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിട്ടാണ് ആ കാര്യം അവർ അന്ന് ചെയ്തത്. അതുപോലെ നമ്മുടെ ജനാധിപത്യത്തെ തകർക്കുകയാണ് BJP എന്ന് ചില ആൾക്കാർ അവിടെ വിദേശത്ത് പോയി പറഞ്ഞപ്പോ, എന്നാൽ ഞങ്ങൾ അങ്ങ് സഹായിച്ചു കളയാം, രക്ഷിച്ചു കളയാം എന്ന് പറഞ്ഞ് വലിയ പൈസ ഇറക്കിയതാണ് ഇപ്പോ അമേരിക്കൻ ഭരണകൂടം ചെയ്തത്. അത് വലിയ വിനയാവാൻ പോവാണ്. കൊടുത്ത അമേരിക്കയിൽ പിന്നെ എന്താ വെച്ചാൽ ഭരണകൂടം മാറിയപ്പോ പുതിയ ഭരണാധികാരി അത് വിളിച്ചു പറഞ്ഞു. ഇത് വാങ്ങിയ ആളുകൾ ഇപ്പൊ ഇന്ത്യയിലുണ്ട്, അവർക്ക് ബേജാറുണ്ട്, കാര്യങ്ങൾ കുഴപ്പത്തിലേക്കാണ് പോകുന്നത്. അല്ല, അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭൻ, നേരത്തെ തന്നെ നമുക്കറിയാലോ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റ് എത്രത്തോളം കോൺഗ്രസുമായി ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നു. സോറോസ്, രാഹുൽ, ആ ബന്ധം അതെല്ലാം പുറത്ത് വന്നതല്ലേ അല്ലേ? അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ട്രംപിൻ്റെ ഈ ഒരു പരാമർശം കൂടെ വരികയാണെങ്കിൽ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ നേരത്തെ ആമുഖത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രധാനമന്ത്രി കസേരയിൽ എങ്ങനെയെങ്കിലും കയറിയിരിക്കണമെന്ന ആഗ്രഹവുമായിട്ട് കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്ന ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ. സ്വാഭാവികമായി വിദേശ രാജ്യങ്ങളിൽ പോയി ഭാരതവിരുദ്ധ പരാമർശങ്ങൾ നടത്തുക. നേരത്തെ താങ്കൾ കൃത്യമായിട്ടത് പറയുകയും ചെയ്തു. ഇവിടെ ജനാധിപത്യം കശാപ്പ് ചെയ്യപ്പെടുകയാണ് എന്ന് US-ലും UK-ലും പോയി പരാമർശം നടത്തിയ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം പൂർത്തീകരിക്കാൻ എങ്ങനെയെങ്കിലും ഇത്തരത്തിൽ വിദേശ ഫണ്ട് സമാഹരിക്കുക, അത് അദ്ദേഹം ഒറ്റയ്ക്ക് അതിന് ശ്രമിച്ചാൽ പോരല്ലോ. അതിന് മാധ്യമങ്ങളുടെ സഹായ സഹകരണങ്ങൾ, നിർലോഭമായിട്ടുള്ള സഹായ സഹകരണങ്ങൾ അത് ഉറപ്പാക്കുക. കൃത്യമായിട്ടുള്ള ഒരു ആസൂത്രണം നടന്നു എന്ന് തന്നെ പറയാലോ.
അല്ല, അതല്ലേ ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണ്? വിദേശ രാജ്യങ്ങളിൽ നിന്നും വരുന്ന വാർത്തകൾ കാരണം ബഹളമുണ്ടാവാത്ത ഒരു പാർലമെന്റ് സമ്മേളനമാണ് ഇത്. കഴിഞ്ഞ കുറെ കാലമായി നടന്നു വന്നത് അതാണ്. ഈ രാജ്യത്ത് പാർലമെന്റിന്റെ വിന്റർ സെഷനോ ബഡ്ജറ്റ് സെഷനോ മൺസൂൺ സെഷനോ തുടങ്ങുന്നതിന്റെ തലേന്നോ വിദേശത്ത് ഒരു വാർത്ത വരും. ഇന്ത്യൻ ഓഹരി കമ്പോളത്തിൽ അഴിമതി, റിലയൻസിന്റെ ഓഹരി വില വ്യാജമായി ഇരട്ടിച്ച് കാണിച്ചു, അതല്ലെങ്കിൽ ഇവിടെ മോഡി 20,000 കോടി രൂപയുടെ അന്യായമായ ലാഭം അംബാനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ എന്തെങ്കിലും കള്ള വാർത്ത വരും. ഈ വാർത്തയ്ക്ക് പിന്നിൽ ആ അമേരിക്കൻ യഹൂദനാണ്, ആ ജോർജ് സോറാസ് എന്ന് പറയുന്ന അമേരിക്കൻ യഹൂദനാണ്. അയാളുടെ കമ്പനിയാണ് ഈ ഹിൻഡർബർഗ് എന്ന് പറയുന്ന, ആകെ 5 സ്റ്റാഫുള്ള ഒരു ഉഡായിപ്പ് പരിപാടിയാണ് ഈ ഹിൻഡർബർഗ്. ഇവരെ അത് പുറത്തുവിടും. എന്നിട്ട് അതിന്റെ പേരിൽ അത് ഏറ്റുപിടിച്ച് കമ്മ്യൂണിസ്റ്റുകാരായ MP വരെ പാർലമെന്റിൽ മേശപ്പുറത്ത് കയറി നിന്ന് ബഹളം വെക്കും. എന്നിട്ട് പാർലമെന്റ് സ്തംഭിപ്പിക്കും. ഒരു തവണ ഇസ്രയേലി ചാര ആപ്പായ പെഗാസിസ് ഉപയോഗിച്ച് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെയും പത്രമാധ്യമങ്ങളുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോൺ ചോർത്തുന്നു എന്ന് പറഞ്ഞിട്ട് ആ ബഹളം. അതിന്റെ പേരിൽ എന്തൊക്കെ ബഹളം ഉണ്ടായി. അവസാനം സുപ്രീം കോടതി പോയപ്പോൾ ഒരാളെങ്കിലും, ഈ ബഹളം വെച്ച ഒരു രാഷ്ട്രീയ നേതാവോ ഒരു മാധ്യമ പ്രവർത്തകനോ എങ്കിലും തന്റെ ഫോണ് പരിശോധനയ്ക്കായി ഏജൻസികൾക്ക് വിട്ടുകൊടുത്തോ? ഇല്ലല്ലോ. അപ്പോൾ രാജ്യത്തിലെ നടക്കുന്ന കാര്യങ്ങളെ പറ്റി, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പറ്റി, നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ പറ്റി, നമ്മുടെ ആഭ്യന്തര സുരക്ഷയെ പറ്റി വിദേശ മാധ്യമങ്ങളിൽ വ്യാജ വാർത്ത വരുന്നു. പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന് 2 ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു 3 ദിവസം മുന്നേ. അതിന്റെ പേരിൽ പാർലമെന്റ് ബഹളമുണ്ട്. പെഗാസിസ് എന്തായി? ഹിൻഡർബർഗ് എന്തായി? ഒന്നുമായില്ല. എന്നിട്ട് ആ പാർലമെന്റ് സമ്മേളനം മുഴുവൻ ബഹളം വെച്ച് പോക്കുക. ഇതായിരുന്നല്ലോ നടന്നത്. ഇപ്പൊ അത് നടക്കുന്നില്ല. കാരണം മോഡി വീണ്ടും വന്നു, 3ാമതും വന്നു. ഹരിയാനയിൽ തോറ്റു, മഹാരാഷ്ട്രയിൽ 8 നില പൊട്ടി, ഡൽഹി വട്ടപൂജ്യമായി. അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോയിട്ട് പറഞ്ഞത്, ഞാൻ തോറ്റാൽ ഇനിയും ജയിലിൽ പോകേണ്ടി വരുന്നു. അപ്പൊ ജനങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ചു, നീ വീണ്ടും കിടന്നോ എന്ന് പറഞ്ഞു. അയാൾ ഇനിയും കിടക്കുന്ന ലക്ഷണമാണ്. അപ്പോൾ ഇതൊക്കെ രാജ്യത്ത് സംഭവിച്ചത് ഈ പറയുന്ന പ്രതിപക്ഷം ഏറ്റുപിടിച്ചിട്ടാണ്. അതാണ് ഇത്തവണ നരേന്ദ്രമോദി പറഞ്ഞത്. ഇത്തവണത്തെ പാർലമെന്റ് സമ്മേളനത്തിന്റെ പ്രത്യേകത വിദേശ പത്രങ്ങളിലോ അല്ലെങ്കിൽ വിദേശത്തു നിന്നും വന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള ബഹളവും ഇല്ലാത്ത ഒരു പാർലമെന്റ് സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അതില് മോഡി എല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ട്. ഇതൊന്നും മനസ്സിലാവേണ്ട ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇത് എന്താണ് ഉദ്ദേശമെന്നും ആരാണ് ഇതിന്റെ പിന്നിൽ നിന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്.